കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരനാണ് ജി വേണുഗോപാൽ. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയിരുന്നു. അതിനെതിരെ അദ്ദേഹം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ മരിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇങ്ങനെ തുടർച്ചയായി സംഭവങ്ങൾ ഉണ്ടാകുന്നത്? ഇത്തരം വ്യാജ വാർത്തകളും മരണങ്ങളുമെല്ലാം നിരന്തരം ആരോ പടച്ചു വിടുന്നുണ്ടല്ലോ. ഇതിന് പിന്നിൽ ആരായിരിക്കും? നല്ല നിരവധി പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലേ. ചന്ദനവാതിൽ അല്ലേ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ തൂവാനത്തുമ്പികളിലെ ഉള്ള പാട്ടുകൾ. ഈ ഞങ്ങളുടെ നാട്ടിലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ചൊല്ലുണ്ട്. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അയാൾ മരിച്ചു എന്നൊരു വാർത്ത അങ്ങനെ പ്രചരിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്. പിന്നെ ആ ആൾ ഉടനെയെങ്ങും മരിക്കത്തില്ല, ദീർഘകാലം പിന്നെയും ജീവിച്ചിരിക്കുമെന്നാണ് പറയുന്നത്. അല്ല, എനിക്കത് അനുഭവത്തിലുള്ളതാണ് കേട്ടോ. ചെറിയൊരു അസുഖം വന്ന് എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്നത്തെ കാലത്ത് മറ്റേ ഇതൊക്കെ കൊടുക്കുമല്ലോ, ഈ കുപ്പിയൊക്കെ ഇങ്ങനെ ഇട്ട് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ മരിച്ചു എന്നല്ലേ, ആൾക്കാർ ഇന്നാരും മരിച്ചു പോയി എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛൻ കുറേ കാലം ജീവിച്ചിരുന്നു. അപ്പം വേണുഗോപാലിന് ദീർഘായുസ്സുണ്ട്. ഇനി വേറെ കാര്യം പറയാം. 1978-80 ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു യേശുദാസ് മരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു. അത് അന്ന് വാട്സാപ്പ് ഇതൊന്നും ഇല്ലല്ലോ, ആകെ ഉള്ളത് റേഡിയോയും പത്രവും വാർത്ത കിട്ടുന്ന ഇടവയും. ഇതെങ്ങനെയോ പറഞ്ഞ് പ്രചരിച്ചു. ഞാനന്ന് തിരുവനന്തപുരത്തുണ്ട്, ഒരു പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഉച്ചയായപ്പോൾ പിന്നെ പാരൽ കോളേജൊക്കെ അങ്ങ് വിട്ട് കഴിഞ്ഞു. മറ്റു പലയിടങ്ങളിലും സ്റ്റാച്യൂവിൽ വന്നപ്പോൾ കടകളൊക്കെ അടച്ചിരിക്കുന്നു. എല്ലാവരും പരസ്പരം പറയുന്നുണ്ട് യേശുദാസ് മരിച്ചു. ഒന്നും പറയാനില്ല കേട്ടോ. വർഷം എത്ര കഴിഞ്ഞു? 80 കൂട്ടെ, 80 സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല, അതില്ലാതിരുന്ന കാലത്ത് ഇത്തരം സംഭവങ്ങൾ ഉണ്ട്. അതിങ്ങനെ ഈ ഒരു വായ്ത്താരിയിലൂടെ അതിങ്ങനെ പറഞ്ഞിങ്ങനെ പോകും. അത് അന്ന് അങ്ങനെ ആയിരുന്നല്ലോ. പണ്ട് ഇപ്പം നുണ പറയുന്നില്ലേ ആൾക്കാരിരുന്ന്, അതിങ്ങനെ അപ്പുറത്തെ വീട്ടിൽ 2 പെണ്ണുങ്ങളിരുന്ന് നുണ പറയും. അവരത് അങ്ങോട്ട് പിന്നെ കൊണ്ടു കൊടുക്കും, വേറൊരു സ്ത്രീ കൊണ്ട് കൊടുക്കും. അല്ല, സ്ത്രീകളെ കുറ്റപ്പെടുത്തുകയല്ല, ഇപ്പോൾ പുരുഷന്മാരും എല്ലാവരും ഇപ്പം എന്തുവാ വീട്ടിലിരുന്ന് ഇത് തോണ്ടി അങ്ങ് വിടും, അതല്ല ചെയ്യുന്നത്. പുതിയ കാലത്ത് അങ്ങനെയായി. അപ്പോൾ അതുപോലെ ഉണ്ടായതാണ് ഈ വേണുഗോപാലിനെ സമൂഹ മാധ്യമങ്ങളിൽ കൊന്നു എന്നുള്ളത്. ഞാൻ കണ്ട ഒരു ജാപ്പാനീസ് ഫിലിമുണ്ട്, ദ ഗെറ്റിംഗ് ഹോം. അതായത് പിന്നെ അതിലെ ഒരു രംഗമാണ് അവിടുത്തെ നാട്ടിലുള്ള ഒരു വലിയൊരു പ്രമാണി അയാൾ മരിച്ചതായിട്ടിങ്ങനെ അഭിനയിച്ച് കിടക്കുകയാണ്. അതൊരു റിഹേഴ്സൽ നടത്തുകയാണ് കേട്ടോ. താൻ മരിച്ചു എന്നുള്ളത് എല്ലായിടത്തും അറിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരൊക്കെ തന്നെ കാണാൻ വരുന്നുണ്ട്. അയാളെ പെട്ടിയിൽ അങ്ങനെ കിടത്തിയിരിക്കുക. കെട്ടിയിൽ കിടക്കുമ്പോഴും അയാൾ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് ആരൊക്കെയാണ് വരുന്നത്. ഒരു ട്രയൽ റൺ നടത്തുകയാണ് എന്നെ കാണാനായിട്ട്, എനിക്ക് വീർത്ത് വയ്ക്കുന്നത് ആരൊക്കെയാണ് എന്ന് കാണാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ വരുന്നവർക്കെല്ലാം ഭക്ഷണം, പലരും അവിടെ ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നു. ഒരു മരണാന്തരീക്ഷം തന്നെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടുള്ളതാണ്. നല്ല സിനിമയാണ് കേട്ടോ. നമ്മുടെ പിന്നെ IFFKയിൽ വന്ന ഒരു സിനിമയാണ്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഞാനിപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇന്ന് മനുഷ്യരെ കൊല്ലുന്നത് പുതിയ ഒരു രീതിയിലാണ്. അപ്പം നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ ഒരു ചെറിയൊരു കുറിപ്പിട്ടാൽ പോരെ, ഇന്ന ആൾ അത്യാസന്ന നിലയിൽ. ഇപ്പോൾ ഈ മാർപ്പാപ്പ തന്നെ ഇപ്പോൾ കാലം ചെയ്തിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 2 മാസത്തിനു മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങൾ എഴുതിയല്ലോ, വത്തിക്കാനിൽ മരണാനന്തര കർമ്മങ്ങൾ കാര്യങ്ങളിലേക്ക് കടക്കാനുള്ള ഏതുവഴിയാണ് വിലാപയാത്ര പോകേണ്ടത്, എവിടെയാണ് സംസ്കരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഇങ്ങനെയുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനകത്ത് ഒരുപാട് കൗതുകം തോടുകൂടി ആൾക്കാർ ഇരിക്കും. സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു, പഴയ എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ അത്. അപ്പം ഈ പ്രശസ്തരെയാണ് ഇതെല്ലാം ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വേട്ടയാടുന്നത്. ഇപ്പം ഞാൻ യേശുദാസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിങ്ങനെ പ്രചരിച്ചു. ഇടയ്ക്ക് യേശുദാസിനെ കുറിച്ച് പിന്നെയും വന്നു. യേശുദാസ് ഇപ്പം ഇവിടെ ഇല്ലല്ലോ, അമേരിക്കയിലല്ലേ. കോവിഡിൻ്റെ കാലത്തിന് മുമ്പേ പോയതാണ് അദ്ദേഹം, അവിടുത്തുകാരനായി. ഇവിടെ അതിനുശേഷം എത്രയോ എല്ലാ വർഷവും പിന്നെ തിരുവനന്തപുരത്ത് സൂര്യയിൽ വന്ന് ഒക്ടോബർ 1 കച്ചേരി അവതരിപ്പിക്കേണ്ട ആളാണ്. വരുന്നില്ല കുറേ കാലമായിട്ട്, പ്രായമായില്ലേ. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ വലിയ അസുഖമാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രചരിക്കുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇവിടെ വന്ന് നമ്മളെ നേരിടാനുള്ള ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം മമ്മൂട്ടിക്ക് എന്താ ക്യാൻസറാണ് എന്നൊക്കെ പറഞ്ഞ് പരക്കുന്നില്ലേ? നമുക്കറിയത്തില്ലല്ലോ. ഡോക്ടർമാർ, മമ്മൂട്ടി ചികിത്സിക്കുന്ന ഡോക്ടർമാർ നമ്മളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ ഒരാൾ പറയുന്നു, അത് അപ്പുറത്തോട് കൊടുക്കുന്നു. ഇന്ന് സമൂഹ മാധ്യമങ്ങളിലായതുകൊണ്ട് ഇതിപ്പം വേണുഗോപാലിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ 1 2 വട്ടം ആയെന്നല്ലേ? 2ാം വട്ടം. അത് അവരുടെ വേണുഗോപാൽ പഠിച്ച തിരുവനന്തപുരത്തെ മോഡൽ സ്കൂളിലെ ഗ്രൂപ്പിലാണ് വന്നിരിക്കുന്നത്. ഇത് ഈ മെസ്സേജ് ഗ്രൂപ്പിൽ വരുമ്പോൾ ഇദ്ദേഹം ജമ്മുവിൽ കാശ്മീരിലെ അവിടെ കുടുംബസമേതം വിനോദയാത്രയും ഒക്കെ ആയിട്ട് കഴിയുകയാണെന്നുള്ളതാണ്. നോക്കണേ, ഇത് അല്ല, ഈ പുതിയ കാലത്ത് ഇത് ആരാണ് പ്രചരിപ്പിക്കുന്നത്, ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതിനകത്ത് നടപടിയെടുക്കാൻ പറ്റുമോ? ദുഷ്പ്രചരണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ അപകീർത്തിപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനൊരു കേസ് വകുപ്പുണ്ടല്ലോ, മാനനഷ്ട കേസ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് പോകും. ഇവിടെ ഇതിനി നിയമപരമായ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വശം കൂടി നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ വ്യക്തികൾക്ക് ഇതൊരു കാണാൻ കേൾക്കാൻ രസമായിരിക്കും അല്ലേ? ഉടനെ ഇദ്ദേഹത്തെ വിളി വരും അല്ലേ? അപ്പോൾ അദ്ദേഹം തന്നെ എടുക്കുന്നു, മരിച്ചുപോയ ആൾ തന്നെ ഫോൺ എടുക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നല്ലതാണ്. ഒരു കഥയ്ക്കൊക്കെ കൊള്ളാവുന്ന സംഭവമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇപ്പോൾ എല്ലായിടത്തും പറയുകയാണ്, ഞാൻ മരിച്ചിട്ടില്ല, ഇനി അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമായി മാറിയിട്ടുണ്ട്, ഇനിയും മരിക്കാത്ത വേണുഗോപാൽ അങ്ങനെ ആയി തീർന്നിരിക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇത് വേണുഗോപാലിൽ മാത്രമല്ല, മറ്റ് പലരിലും ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. രാഷ്ട്രീയക്കാരിലൊക്കെ ഉണ്ടായിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. രാഷ്ട്രീയക്കാരിൽ മരിക്കാറായി കിടന്ന സമയത്തൊക്കെ ഈ എതിർ പാർട്ടികൾ വല്ലാത്ത മുദ്രാവാക്യമൊക്കെ വിളിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ. എ കെ ഗോപാലൻ, AKG തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിയുന്ന അവസരത്തിൽ അത്യാസന്ന നിലയിൽ കിടക്കുമ്പോൾ ആ സമയത്ത് തെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ എതിർ പാർട്ടികൾ വന്ന് വിളിച്ചത് മുദ്രാവാക്യം ഇപ്പോഴും എനിക്ക് ഓർമ്മയിലുണ്ട്. കാലം വന്ന് വിളിച്ചിട്ടും കോവാല നീ എന്തേ പോകാത്തെ? ഒന്ന് ആലോചിച്ച് നോക്ക്. കാലം വന്ന് വിളിച്ചിട്ടും കോവാല നീ എന്തേ പോകാത്തതെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ക്രൂരമായിട്ടുള്ള ചില വിനോദങ്ങളൊക്കെ ചിലരുടെയിൽ ഉണ്ടെന്നുള്ളതാണ്. ഇതും അതുപോലെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ക്രൂര വിനോദം. ഇത് ചിലർക്ക് ഇങ്ങനെ ഇടുന്നത് ചിലർക്കൊരു ഇഷ്ടമുള്ള കാര്യമായിരിക്കും. മറ്റുള്ളവരെ വിഷമിപ്പിച്ച് അതിലാനന്ദം കണ്ടെത്തുന്നവരുണ്ട്, സ്വയം വേദനിച്ച് ആനന്ദം കണ്ടെത്തുന്നവരുമുണ്ട്. അത് അതിൻ്റെ സൈക്കോളജിക്കലി ഉള്ള 2 സംഭവങ്ങളാണ്. സാഡിസം എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സ്വഭാവക്കാരുണ്ടാകാം. കയ്യിലിരിക്കുകയല്ലേ ടെലിഫോൺ, ഇതിനകത്ത് എന്തും എഴുതാമല്ലോ. അതങ്ങോട്ട് ഒറ്റ തോണ്ടിയാൽ മതിയല്ലോ. എത്രയോ ഗ്രൂപ്പുകളിലേക്ക് ഇതങ്ങ് പോവുകയാണ്. അപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായി മാറുമെന്നുള്ളതാണ്. അപ്പോൾ വേണുഗോപാൽ ഇനിയും നമ്മളെ ധാരാളം പാട്ടുകൾ പാടി കേൾപ്പിക്കും എന്നുള്ളത് ഉറപ്പായി. കാരണം ജീവിച്ചിരിക്കുമ്പോൾ മരണവാർത്ത കേൾക്കുന്ന ആൾ ഇനിയും ദീർഘകാലം ജീവിച്ചിരിക്കും.